ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഥാൽ പ്രിയ വിശ്വാസികളുടെ സമൂഹം നിങ്ങളെവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യും. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ശേഷം മൂന്നാമത്തെ ദിവസം, അതായത് 28 ഡിസംബർ 2025, ഈ മാസത്തെ 28ാമത്തെ ദിവസം, ഈ വർഷത്തെ 362ാമത്തെ ദിവസം. നമ്മൾ എല്ലാവരും വളരെ സന്തോഷത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളും അതിൻ്റെ ബാക്കി കാര്യങ്ങളുമായിട്ട് വളരെ സന്തോഷത്തോടുകൂടി മുമ്പോട്ട് നീങ്ങുന്നതായ ഈ അവസരത്തിൽ ഇത് എൽദോയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയായി സഭ ഈ ദിവസത്തെ ആഘോഷിക്കുന്നതായി നിങ്ങൾക്ക് ഏവർക്കും അറിയാം. മനുഷ്യരോടുള്ള സ്നേഹം മൂലം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ബേത്ലഹേമിലെ പുൽക്കോട്ടിൽ ജനിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശ് മരണം സ്വീകരിച്ചവനായ സർവശക്തൻ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്യുകയും ജീവിച്ചിരിക്കുന്നവനും നമ്മുടെ പാപങ്ങളെ മോചിക്കുന്നവനുമായ കർത്താവ് നമ്മുടെ മനസ്സിൽ പരിശുദ്ധാത്മാവായി ജനിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു ദൈവീക മൂല്യം ഉണ്ടാകുക അസാധ്യമായിരുന്നു എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അവൻ്റെ ജനനം നമ്മുടെ രൂപാന്തരം ആയിരിക്കണം. ശാരീരികമായിട്ടല്ല, പിന്നെയോ ആത്മീയമായി രൂപാന്തരം ഉണ്ടാകണം. ഇന്നേ ദിവസം നാം വായിച്ചു കേട്ടതായ എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ കുർബാന മധ്യേ വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ് രക്ഷാസുവിശേഷം 40-ാം അധ്യായം 2-ാം അധ്യായം 40 മുതൽ 52 വരെയുള്ള വേദഭാഗമാണ്. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ് രക്ഷാസുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യം മുതൽ 52-ാം വാക്യം വരെയുള്ള വേദഭാഗം ആണ്. ഈ ഭാഗത്ത് നാം കാണുന്നത് 12 വയസ്സുള്ള യേശു തന്റെ മാതാപിതാക്കന്മാരോടൊപ്പം പെസഹ പെരുന്നാളിന് സംബന്ധിക്കുന്നതിനായി യെരുശലേമിലേക്ക് പോകുന്നതായിട്ട് ആണ്. പെരുന്നാൾ കഴിഞ്ഞിട്ടും യേശു യെരുശലേം ദേവാലയത്തിൽ തന്നെ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതായി നാം കാണുന്നത്. തിരികെ പോയ മാതാപിതാക്കൾ യേശുവിനെ കാണാതായപ്പോൾ തിരികെ ദേവാലയത്തിലെത്തുകയും മകനോട് തങ്ങളുടെ ദുഃഖം അറിയിക്കുകയും ചെയ്യുന്നതായി നാം ഈ വേദഭാഗത്ത് കാണുന്നുണ്ട്. യേശു മാതാപിതാക്കളോട്, എന്നെ തിരിഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ള അതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. യേശുവിൻ്റെ ജ്ഞാനത്തിൽ ഉപദേഷ്ടാക്കന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശുവിൻ്റെ മാതാപിതാക്കൾ അവൻ പറഞ്ഞത് ഗ്രഹിച്ചില്ല എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാകും. അതേ അവസ്ഥയിലാണല്ലോ നാം ഓരോരുത്തരും നമുക്ക് സംഭവിക്കുന്നതും. അങ്ങനെയൊക്കെ തന്നെയാണല്ലോ നാം യേശു ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ഗ്രഹിക്കാതെ ക്രിസ്ത്യാനികൾ ആണ് എന്ന് അവകാശപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും. ആ ഉപദേഷ്ടാക്കന്മാരെ പോലെ നാമും ആശ്ചര്യപ്പെടുകയാണ് നാം ചെയ്യുന്നത്. യേശുവിൻ്റെ വചനത്തിൽ നാം വിസ്മയിക്കാതെ അവൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അങ്ങനെ നാം അവൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടിയും ഓരോ പദ്ധതിയും തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ പദ്ധതി നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത് എന്താണെന്ന് വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ എന്നാണ് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. അതിനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നാം 1 തെസ്സലോനിക്കർ 5:17 പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം. അതായത് ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്നുള്ളത്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറയുന്നു: പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ എന്നാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്: ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരിമള വിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അങ്ങനെ നമ്മളോട് ചെയ്യുവാനാണ് പറയുന്നത്. നാം നമ്മെ ഒന്ന് തിരുത്തി മുമ്പോട്ട് പോകണം. അതിനുവേണ്ടി നാം ഓരോരുത്തരും ചെയ്യേണ്ടത് 39-ാം സങ്കീർത്തനങ്ങൾ 1 മുതൽ 1 വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അത് വളരെ കൃത്യമായി മനസ്സിലാകും.
അതിൽ പ്രകാരം പറയുന്നു, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായെ കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറയുന്നു. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ്സ് എത്രയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനാണ് എന്ന് ഞാൻ അറിയുമാറാകട്ടെ. അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ 13 വാക്യങ്ങളുണ്ട്. അതിൽ നമ്മൾ അത് വായിക്കുമ്പോൾ നമുക്ക് അനുതാപം ഉണ്ടാകുന്നുവെങ്കിൽ നമ്മൾ ദൈവവേദലാണ് എന്ന് നമുക്ക് നമ്മളോട് തന്നെ പറയുവാൻ സാധിക്കും. നാം ഈ വേദഭാഗത്തു നിന്നും മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. മാതാപിതാക്കന്മാരുടെ ജീവിത മാതൃക മക്കൾക്ക് ശക്തമായ ഒരു ചൂണ്ട് പലകയാണ്. അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പതിവുകളും നല്ല രീതികളും ബാല്യം മുതൽ മക്കളുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുന്നുവെന്ന് ഇന്നത്തെ എത്ര മാതാപിതാക്കൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നാം ഇന്ന് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മാതാപിതാക്കന്മാരുടെ സ്വഭാവ ജീവിതവും ആ സ്വഭാവവും അവരുടെ ജീവിതവും അവരുടെ സഭാജീവിതവും ആരാധനയിലുള്ള സജീവ പങ്കാളിത്തവും മക്കളെ സ്വാധീനിക്കും എന്നുള്ളതിന് രണ്ട് പക്ഷം ഉണ്ടാവുകയില്ല. നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃക കാട്ടിക്കൊടുക്കുന്നുവെങ്കിൽ മാത്രമേ അവർ ആ വഴിയിലൂടെ യാത്ര ചെയ്യുകയുള്ളൂ എന്ന് നമുക്ക് എവർക്കും അറിയാമെങ്കിലും നമ്മൾ എത്ര പേർ അങ്ങനെ ആ വഴി കാട്ടിക്കൊടുക്കുന്നുണ്ട്? വീട്ടിൽ 2 നേരവും പ്രാർത്ഥിക്കുകയും മാതൃകാപരമായ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ആ മാതാപിതാക്കൾ അങ്ങനെ ഒരു മാതൃകയായി കാണിക്കുന്നുവെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും തെറ്റിലേക്ക് വീണു പോകുകയില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട്, നമ്മളുടെ ഈ ക്രിസ്മസ് ആഘോഷത്തിൽ നാം ദൈവത്തെ മറന്നിരിക്കുന്ന ഈ സമയമാണ് എങ്കിൽ അതൊക്കെയും വിട്ടിട്ട് നമുക്ക് നിത്യതയിൽ ഒരു നല്ല സ്ഥാനം ലഭിക്കണമെന്നുണ്ട് എങ്കിൽ നമ്മുടെ വിശ്വാസമനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയും നമ്മുടെ മഹാപുരോഹിതന്മാരും ആചാര്യശ്രേഷ്ഠന്മാരും നമ്മെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായ കാര്യങ്ങൾ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റൊരു ചെവിയിൽ കൂടെ കളയാതെ അതിൽ പ്രകാരം ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. ഈ ലോക ജീവിതം സഫലമാകും. സ്വർഗത്തിൽ ഒരു നിക്ഷേപവും ഉണ്ടാകും. അപ്പോൾ നാം ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതത്തിൽ നിന്നും കടന്ന് അവിടേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു സ്ഥാനം നമുക്കുണ്ടാവും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലതു ഭാഗത്ത് നമുക്ക് ഇരിക്കുവാൻ സാധിക്കും. ആ സ്തെഫാനോസ് മരണസമയത്ത് സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ കണ്ടതും അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കൃത്യമായി മനസ്സിലാക്കി നാമും ദൈവത്തിൽ ശരണപ്പെട്ട് ജീവിക്കുവാൻ മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.